ഇംപോസിബിൾ. സുമിത എന്തൊക്കെ പറഞ്ഞാലും ഈ അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കില്ല. മാഡം, ഞാനല്ലേ ഈ കേസിലെ പരാതിക്കാരി. എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ട് കണക്കിലെടുത്ത് ഈ വട്ടം ഒന്ന് ക്ഷമിക്കൂ പ്ലീസ്. ഞാൻ പരാതി പിൻവലിച്ച സ്ഥിതിക്ക് മാഡം പ്ലീസ് ഒന്ന് ദയവ് കാണിക്കൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നാൽ ആ കേസിന്റെ വാദിഭാഗത്ത് ആ സ്റ്റേറ്റ് കൂടി ഉണ്ടാവും. അതുകൊണ്ട് സുമിത ഈ കേസ് പിൻവലിച്ചത് കൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാനാവില്ല. സത്യത്തിൽ സുമിതയുടെ ഈ നിലപാട് എന്നെ അമ്പരപ്പിക്കുന്നു. നിങ്ങളെയല്ലേ അവര് കൊല്ലാൻ ശ്രമിച്ചത്. അപ്പൊ പിന്നെ അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമല്ലേ? ശ്രീ എവിടെ? സനു എവിടെ? അവള് മുറിയിലുണ്ട്. അവളെ കണ്ടില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം കിടക്കുക. അവള് വിശ്രമിക്കട്ടെ. നീ എന്തിനാ ശല്യം ചെയ്യുന്നത്? അവളങ്ങനെ വിശ്രമിക്കാറൊന്നുമില്ല, എപ്പോഴും ഓടിച്ചാടി നടക്കുക. ഓടിച്ചാടി നടക്കാൻ പറ്റില്ലല്ലോ ചന്ദ്ര, സൂക്ഷിക്കണ്ടേ? എന്നാ ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. സനു, എടി വാതിൽ ഉറക്ക്. സനു, സനു, സനു വാതിൽ തുറക്കാൻ. എന്താ എന്താ മോനെ? അറിയില്ല, അവള് വാതിൽ ഉറക്കുന്നില്ല. സനു, സനു, മോളെ സനു, സനു, സനു വാതിൽ തുറക്ക് മോളെ. സനു, മോളെ അച്ഛനാ വിളിക്കുന്നത്. സനിയ, വാതിൽ തുറക്ക്. സനു, സനുവെന്താ വാതിൽ തുറക്കാത്തത്? ഞാൻ മാഡത്തിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാണ്. ഇന്നത്തെ ദിവസം മാഡം അവളെ അറസ്റ്റ് ചെയ്യരുത് പ്ലീസ് മാഡം. രണ്ടു കുടുംബങ്ങളും ചേർന്ന് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു ജീവനെ തൊട്ടറിയാൻ വന്ന ദിവസം അത്. ഈ സമയത്ത് ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തെന്ന് മാഡത്തിന് അറിയാലോ. ഇന്ന് ഇത്രയും ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് മാഡം അവളെ അറസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയ അവൾ പിന്നെ ജീവനോടെ ഇരിക്കുന്ന മാഡത്തിന് തോന്നുന്നുണ്ടോ? ഉറപ്പായും അറസ്റ്റിന് മുമ്പ് അവൾ എന്തെങ്കിലും കടുകയും ചെയ്തിരിക്കും. നിങ്ങൾ ആരെങ്കിലും അവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മണ്ടത്തരം പറയാതെ അമ്മേ. ഇത്രയും ശക്തിയായിട്ട് വാതിലിന് തട്ടി വിളിച്ചിട്ട് കേൾക്കാത്ത ആള് ഫോൺ വിളിച്ചാ കേക്കോ? ഇനിയിപ്പോ സനു, വല്ല വയ്യായികയായിരിക്കും എന്തോ. സനു, എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്റെ മോൾക്കൊരാപത്തും വരുത്തല്ലേ. സനു, സുമിത ഒറ്റയാളെ വിശ്വസിച്ച് ഈ അറസ്റ്റ് ഞാൻ ഒഴിവാക്കാം. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. പക്ഷെ എത്രയും വൈകാതെ അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ സഹായിച്ചേ പറ്റൂ. പക്ഷെ ഞാനിത് മുഴുവനായിട്ട് വിട്ടുവെന്ന് നിങ്ങൾ കരുതണ്ട. ഇത്രയും ക്രിമിനൽ ഇന്റൻഷൻ ഉള്ള ഒരാളെ വെറുതെ വിടുക എന്ന് പറയുന്നത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വരെ ആപത്താണ്. അത് മറക്കണ്ട. പോലീസ് ഇതെങ്ങനെ തിരിച്ചു പോയത്? പുറത്ത് എന്താ നടന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. സനു, സനു, എടി വാതിൽ തുറക്ക്. പോലീസിനെ പേടിച്ചാണ് ഞാൻ ഈ മുറി കയറി വാതിലടച്ചത്. പോലീസ് അവരുടെ വഴിക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോ വാതിൽ തുറന്നാ ഞാൻ ഇവരോടൊക്കെ എന്ത് സമാധാനം പറയും? സനു, വാതിൽ തുറക്കുന്നില്ല. സനു, പോലീസ് വന്ന് അറിഞ്ഞ് ഇവള് വല്ല കടുങ്കയും കാണിച്ചാണോ ഈശ്വര? സനു, ഞാൻ പറഞ്ഞില്ലേ അക്കുനോട്, നമ്മൾ ഇവിടുന്ന് കുത്തിപ്പൊക്കി വിട്ടാലല്ലാതെ ഗിരി ഇന്ന് സുമിയുടെ വീട്ടിലേക്ക് പോകുന്ന ലക്ഷണമില്ല. എന്തോന്നറിയത്, ഒന്ന് മതിയാക്കി എഴുന്നേറ്റ് പോയേ. അതാ കഴിഞ്ഞു. നിനക്കറിയാലോ, ഇതൊന്നും പെൻഡിങ് വെക്കാൻ പറ്റാത്ത ഫയൽസ് ആണ്. ആ പിന്നെ സനുവിന് കൊടുക്കാൻ ഞാൻ എന്റെ കളക്ഷനിൽ നിന്ന് ഒരു മോതിരം സെലക്ട് ചെയ്തു. സത്യത്തിൽ സെലക്ട് ചെയ്തത് ഞാനല്ല, സുമിയാണ്. വെറുതെ അല്ല, നല്ല സെലക്ഷൻ. എന്നെ അങ്ങനെ അങ്ങ് കൊച്ചാക്കൊന്നും വേണ്ട. എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് തന്നെയാണ്. പിന്നെ സുമി ഏതാവും എടുക്കുക എന്നറിയാൻ ഒരു ആകാംക്ഷ തോന്നിയത് കൊണ്ട് ഞാൻ വെറുതെ അവളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞതാ. എന്റെ മനസ്സ് വായിച്ചതുപോലെ അവൾ ഇത് തന്നെ സെലക്ട് ചെയ്തു. ആഹാ, ഇതാണ് മനപ്പൊരുത്തം അല്ലേക്കു? അതെ അതെ, നിന്റെ മനസ്സിലുണ്ടായിരുന്നതേ ഈ മോതിരം തന്നെയാണെന്ന് അറിഞ്ഞപ്പോ സുമിക്ക് ശരിക്കും സന്തോഷമായി കാണുമല്ലേ? അക്കാര്യം ഞാൻ അവളോട് പറഞ്ഞില്ല.
പറഞ്ഞില്ലെന്നു അതെന്താ? എടാ പറഞ്ഞാൽ എന്താ പറഞ്ഞില്ലെങ്കിൽ എന്താ, അവള് സെലക്ട് ചെയ്ത് തന്നെയാണല്ലോ ഞാൻ സനുവിന് കൊടുക്കാൻ പോകുന്നത്. അതല്ലേ കാര്യം. അല്ല, അത് മാത്രല്ല കാര്യം. ആ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ സുമിക്ക് എന്ത് സന്തോഷായനെ ഗിരി. അതെന്താ നീ ഓർക്കാത്തെ? എടാ, ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്ന ഒരു അംഗീകാരല്ലേ, അതല്ലേ ഇത്? എന്തിനാ ഗിരി സ്നേഹത്തിന്റെ കാര്യത്തിൽ സുമിയോട് ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞാൻ അവളോട് ഒരു പിശുക്കും കാണിക്കുന്നില്ല. എന്റെ മനസ്സിൽ പൊന്നു സ്നേഹേ, സുമിയോട് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, റെസ്പെക്റ്റും ഉണ്ട്. പിന്നെ നീ എന്തിനത് പ്രകടിപ്പിക്കാൻ പഠിക്കുന്നത്? മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ച സ്നേഹത്തിന് ഒരു വിലയുണ്ടാവില്ല ഗിരി. ഗിരി ഈ വാരിക്കോരി ചെലവാക്കുന്ന പണം പോലെയുള്ളൂ അതും. ചെലവാക്കുമ്പോഴേ അതിന് വിലയുള്ളൂ. മേശയ്ക്കുള്ളിൽ പൂട്ടി വെച്ചാലേ അത് വെറും കടലാസാ. അത് എനിക്കറിയാം. പക്ഷേ എന്തോ എനിക്കതൊന്നും ആരോടും പ്രകടിപ്പിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം. ഐ വിൽ ട്രൈ. ഐ വിൽ റിയലി ട്രൈ. എന്താ ചെയ്യേണ്ടതെന്നേ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് അവിടെ ചെന്ന് ഈ മോതിരം സനുവിന് കൊടുക്കുമ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ഇക്കാര്യം തുറന്നു പറയണം. അതായത് നിന്റെ മനസ്സിലുണ്ടായിരുന്ന അതേ മോതിരം തന്നെയാണ് സുമിത സെലക്ട് ചെയ്തതെന്ന്. അതെ, സുമിക്കത് ഒത്തിരി സന്തോഷാവും. സുമിതയാണല്ലോ. ഞാൻ ഇറങ്ങിയോന്ന് അറിയാനാവും. ഹലോ സുമി, ഞാൻ ദേ ഇറങ്ങുവാ, ഇപ്പൊ എത്തും. അല്ല ഗിരി, അതല്ല. ഇവിടെ സനു മുറിക്കകത്ത് കയറി വാതിലടച്ചിരിപ്പാ. പുറത്തേക്ക് ഇറങ്ങുന്നില്ല അവള്. എന്താ? ഞങ്ങൾ എല്ലാവരും മാറി മാറി വിളിച്ചു നോക്കി, റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്താണ് സുമി, എന്താ പ്രശ്നം? എന്താ ഉണ്ടായേ? എനിക്കറിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ചു മുമ്പ് തന്നെ അവള് കയറി വാതിലടച്ചു. ദാ ഇപ്പോ ശ്രീയും നിതീഷും കൂടെ വാതിൽ തല്ലിപ്പൊളിക്കാനുള്ള പുറപ്പാടില്ല. സുമി, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ അവളെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ സുമിയെ തിരിച്ചു വിളിക്കാം. മോളെ സനു, സാനിയ, ഒന്ന് മോളെ വാതിൽ തുറക്ക്. മോളെ സനു, മോളെ സാനിയ. സനു വാതിൽ തുറക്ക്. എടി സനു, ഈശ്വര, ഇപ്പൊ അവർ ഈ വാതിൽ കുത്തി പൊളിക്കുമല്ലോ. ഞാൻ എന്ത് പറഞ്ഞ് രക്ഷപ്പെടും? ശ്രീ, ശ്രീ, വാതിൽ വിളിക്കാൻ വരട്ടെ. ഗിരി അവളെ വിളിക്കും. ചേട്ടൻ വിളിച്ചാ പിന്നെ അവൾക്ക് ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സനു, എടി ഒന്ന് വാതിൽ തുറക്ക്. സനു, ഏട്ടാ, എന്താ മോളെ നിനക്ക് പറ്റിയേ? എന്റെ മോൾ എന്തിനാ മുറി കയറി വാതിലടച്ചേ? നീ ഇങ്ങനെയൊക്കെ കാണിച്ചത് കാരണം അച്ഛമ്മേ അമ്മയെ എല്ലാരും വിഷമിച്ച് നിൽക്കുക. നിന്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ലേ അവരെല്ലാരും വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ മോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? എന്റെ മോള് പെട്ടെന്ന് എന്നൊന്ന് വാതിൽ തുറന്നേ. ഇല്ല, ഞാൻ തുറക്കില്ല. എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്താ എന്റെ മോളുടെ പ്രശ്നം? എന്റെ ചടങ്ങിന് എല്ലാവരും വന്നിട്ടും ഏട്ടൻ മാത്രം വന്നില്ലല്ലോ. ഇന്നത്തെ ദിവസം എനിക്ക് ആദ്യം കാണേണ്ടത് എന്റെ ഗിരിയേട്ടനെ ആയിരുന്നു. അതാ ഞാൻ ആഗ്രഹിച്ചതും. എന്നിട്ടും ഏട്ടൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഓഫീസിൽ കുറച്ച് അത്യാവശ്യ ജോലികൾ ഉള്ളതുകൊണ്ട് ഏട്ടൻ കുറച്ച് വൈകിപ്പോയി. ഏട്ടൻ ദേ വന്നോണ്ടിരിക്കുക. വേണ്ട, കള്ളം പറയണ്ട. ഏട്ടൻ വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ വരില്ല എന്ന് എന്റെ മോളോട് ആരാ പറഞ്ഞേ? മോളെ, ഞാൻ ദേ എത്താറായി. ഏട്ടൻ ഇവിടെ വന്നാൽ മാത്രം ഞാൻ വിശ്വസിക്കൂ. ഏട്ടൻ വരുന്നത് വരെ ഞാൻ വാതിൽ തുറക്കില്ല. മോളെ സനു, ഒന്നും പറയണ്ട. ഏട്ടൻ വരാതെ ഞാൻ വാതിൽ തുറക്കില്ലെന്ന് ഏട്ടൻ അവരോടൊക്കെ വിളിച്ച് പറഞ്ഞേക്ക്. മോളെ, ദേ ഒന്ന് പെട്ടെന്ന് വിടുക കേട്ടോ, അത്യാവശ്യമുണ്ടേ.
മോളെ സനു, മോളെ ഇത് ഞാനാണ് ഗിരിയേട്ടൻ. വാതിൽ തുറന്നേ. ഫംഗ്ഷന് ഞാൻ വരില്ലെന്ന് നീ കരുതിയോ? ഈ ഏട്ടനെ പറ്റി നീ അങ്ങനെയാണോ കരുതിയത് മോളെ? എന്തായാലും തക്കട് വന്നോണ്ട് സനുമോളുടെ വിഷമൊക്കെ മാറിയല്ലോ. രാഹുകാലത്തിന് മുമ്പേ ചടങ്ങുകളിലേക്ക് കടക്കാം. ഇനി ഓരോരുത്തർക്കായിട്ട് വന്ന് മധുരം കൊടുക്കാം. ചന്ദ്ര വരും. പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം. പറവകൾ പോലവേ മഴവില്ലിനാലിഴമേന്നിടും അഴകിൻ കൂട് കനവോടിതാ കുറുകും പ്രാവ്. തളിരിളം ചൂടിൽ ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായി ആവേശമായി. അല്ല, ശ്രീ എന്ത് ഗിഫ്റ്റാ മോൾക്ക് വേണ്ടി വാങ്ങിയത്? ശ്രീക്ക് അതിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാത്തിനും വേണ്ടി ഓടി നടക്കല്ലേ. അമ്പാടിക്കണ്ണനാണല്ലോ. അപ്പോ ആൺകുട്ടിയാണ് ശ്രീയുടെ മനസ്സിൽ. ഈശ്വരൻ എന്ത് തന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും അച്ഛമ്മേ. ഇത് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും മകൻ. നല്ല ചോയ്സാ. അല്ലെങ്കിലും ഗിരിയേട്ടന്റെ ചോയ്സ് എപ്പോഴാ നന്നാവാതെ പോയിട്ടുള്ളത്? അത് നന്നാവാതെ പോയത് ആകെ ഇവളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഏട്ടന്റെ ചോയ്സ് അല്ല, നിന്റെ ഏട്ടത്തിന്റെ ചോയ്സാ. സുമിയുടെ സെലക്ഷൻ ആണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. നല്ല ഭംഗിയുണ്ട്, പക്ഷേ വളരെ സിമ്പിൾ ആയിപ്പോയി.
ഉറപ്പായിട്ടും അക്കൂട്ടത്തില് ഇതിലും ആർഭാടുള്ള ഡിസൈൻസ് ഉണ്ടായി കാണും. ഗിരി തന്നെ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ സനിക്ക് കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള സമ്മാനം കിട്ടിയെന്ന്. അത് നേരാ. സെലക്ഷൻ ഗിരിയുടേതായിരുന്നെങ്കിൽ കുറച്ചുകൂടി പൊലിമയുള്ളതായിരുന്നേനെ. അതെനിക്കും തോന്നി. എന്നാ ഈ വിഷയത്തിൽ തെറ്റുപറ്റിയത് നിങ്ങൾക്കാ. സത്യത്തിൽ എന്റെ മനസ്സിലുള്ള ചോയ്സ് പുറത്തു പറയാതെ ഞാനിത് സുമിയെ കൊണ്ട് സെലക്ട് ചെയ്യിച്ചതാ. ഞാൻ മനസ്സിൽ കണ്ട മോതിരം തന്നെയാണ് സുമി സെലക്ട് ചെയ്തത്. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പറയാനാണോ ഗിരി അപ്പൊ വീട്ടിൽ വെച്ചൊന്നും പറയായിരുന്നത്? അത് സൂപ്പറായടാ. ഞങ്ങള് പറഞ്ഞ ഒരു കാര്യമെങ്കിലും നീ ചെയ്തല്ലോ, സന്തോഷം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യാനിരുന്നതാ. വീണെടുത്ത് കിടന്ന് വിടാതെ. എന്തായാലും സുമിക്ക് സന്തോഷമായല്ലോ, അത് മതി. പിന്നെ ഞാൻ വിളിച്ച കാര്യം പറയാൻ വിട്ടു. ആ ഈജിപ്ഷ്യൻ കമ്പനിക്ക് മെയിൽ അയക്കാനുള്ള കാര്യം മറക്കല്ലേ. അയ്യോ, ഷോ അത് ഞാനിപ്പോ തന്നെ ചെയ്യാം. നീ ഓർമ്മിച്ച് നന്നായി. ശരി, ഓക്കെ, ബൈ. എന്തായാലും ഗിരി അത് തുറന്നു പറഞ്ഞല്ലോ. സുമിക്ക് ഒരുപാട് സന്തോഷമായി കാണും. ഇതാ അവന്റെ പ്രശ്നം, ഒന്നും അറിഞ്ഞു ചെയ്യില്ല, എല്ലാം പറഞ്ഞു ചെയ്യിക്കണം. ഗിരി ഒരു പ്രത്യേക സ്വഭാവക്കാരനല്ലേക്കു. അവനെ നമ്മൾ വേണം മാറ്റിയെടുക്കാൻ. ഇനി വരുന്ന അവന്റെ കോഴിക്കോട് ട്രിപ്പിലും സുമിയെ ഉൾപ്പെടുത്തണം. അക്കു ആ കാര്യം ഗിരിയോട് സംസാരിക്കണം. അതെ, നമ്മൾ പറഞ്ഞ ചിലപ്പോ അവൻ അത് കേട്ടില്ലെന്ന് വരും. അതുകൊണ്ട് നൈസായി അച്ഛമ്മയെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാ മതി. അത് ഞാൻ ഏറ്റു. അമ്മ എന്ത് പണിയാ കാണിച്ചത്? ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സത്യമായിട്ടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല മോളെ. നീ എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യം എങ്ങനെയോ സുമിത അറിഞ്ഞു. അവളത് ഗിരിയോട് പറഞ്ഞു. ഗിരി വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രഹസ്യം പൊളിച്ചു. അതാ ഉണ്ടായത്. അല്ലാതെ ഇതിൽ എനിക്കൊരു പങ്കുമില്ല മോളെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരോ കേട്ടിട്ടുണ്ട്. ബാക്കി പലഹാരങ്ങളും ചായ എടുത്തോണ്ട് അങ്ങോട്ട് വാ. ചേച്ചി ഒരാള് വിചാരിച്ചുകൊണ്ട് മാത്ര ഇതിങ്ങനെയായി തീർന്നത്. എല്ലാം കേട്ടപ്പോ ശരിക്കും ഞാൻ പേടിച്ചതാ. ചേച്ചി ബുദ്ധിപരമായി അത് ഡീല് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. നന്ദു, ഈ വിവരം വേറെ ആരുടെ അടുത്തും പറയണ്ട. നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. ഇനിയിപ്പോ ശ്രീനിഷ് ആയിരിക്കോ സുമിതയോട് വിളിച്ചു പറഞ്ഞത്? ഏയ്, ഒരിക്കലും ഇല്ല അമ്മേ. ശ്രീ ആയിരുന്നെങ്കിൽ അവനത് എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു. ഇത് നന്ദിതയാവാനാ വഴി. അതോ ഇനി അമ്മ സംസാരിച്ചത് സുമി നേരിട്ട് കേട്ടതാണോ? ഇനി മറ്റെന്തേലും കാരണം ഉണ്ടാക്കി സനുവേട്ടത്തി അബോർഷന് ശ്രമിക്കുമെന്ന എന്റെ പേടി. അതോർത്ത് നീ പേടിക്കണ്ട. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. നിങ്ങളവിടെ ഒന്ന് കാണാത്തോണ്ട് അന്വേഷിച്ചു വന്നതാ. നിങ്ങള് അമ്പയും മോളും കൂടി വല്ല രഹസ്യം പറയുവാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയേക്കാം. അതെന്താ ഗീത അങ്ങനെ പറഞ്ഞത്? ഗീത അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യമാണ് ഞങ്ങക്ക് പറയാനുള്ളത്? ഇത്ര പെട്ടെന്ന് ഒരു കുഞ്ഞു വേണ്ടായിരുന്നെന്നാ സനുവിന്റെ അഭിപ്രായം. അതേക്കുറിച്ച് സംസാരിക്കായിരുന്നു ഞങ്ങള്. കരിയറില് ഒരുപാട് അവസരങ്ങൾ ഇവളെ തേടി വരുന്ന സമയമല്ലേ. ഈ സമയത്ത് ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാ സാനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇരു ചെവി അറിയാതെ ഇതങ്ങ് വേണ്ടാന്ന് വെക്കാൻ ഇനിയും സമയമുണ്ടല്ലോ അനുരാധെ. അതിലും പ്രശ്നമുണ്ട് ഗീതേ. ഇവളുടെ ഹെൽത്ത് വെച്ച് ഇപ്പൊ ഒരു അബോർഷൻ റിസ്കാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? തൽക്കാലം ഈ ചടങ്ങൊന്ന് കഴിയട്ടെ സനു. ഗിരിയൊക്കെ ഉള്ളതാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. സോറി, അതെ, ചായ കുടിക്കാം. വാ. ആ